അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ, എന്താണ് വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് സുഖമാണ്, അൽഹംദുലില്ലാ. എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ. അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ, ഇന്ന് നമുക്ക് ചക്ക മാങ്ങ കാലാണ് കേട്ടോ. അപ്പം ഇന്ന് ചക്ക മുറിക്കലും മാങ്ങ മുറിക്കലും ഒക്കെ മുറിച്ച് നിങ്ങളങ്ങോട്ട് കൊതിപ്പിക്കുക എന്ന് വിചാരിച്ച് നമ്മൾ 2 ദിവസം മുന്നേ ഒരു 2-3 ചക്കൊക്കെ പറിച്ചിന് കേട്ടോ. അപ്പം അത് 2എണ്ണമൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീതിച്ച് കൊടുത്ത്, പിന്നെ ഒന്നിതാ നല്ല അടിപൊളി നല്ല മൂത്ത ചക്കേനെ അപ്പം ഞാൻ പഴുപ്പിക്കാൻ വെച്ചതിന് കേട്ടോ. അപ്പോൾ പകുതി എൻ്റെ മൂത്തച്ഛക്ക് അവിടെ എടുത്ത് വെച്ചതാണ്, അവരെ പറമ്പിലെ ചക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞിനി, അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ചക്കൊക്കെ. അപ്പോൾ ഞാൻ നോക്കട്ടെ വരാമെന്നൊക്കെ പറഞ്ഞിനി. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കട്ടെ വരാമെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വന്നാൽ നിങ്ങൾക്ക് കിട്ടും, വന്നില്ലെങ്കിൽ കിട്ടൂല കേട്ടോ എന്നാണ്. 2 ദിവസം ഞാൻ അവിടെ എടുത്ത് വെക്കും, പിന്നെ എടുത്ത് വെക്കൂല കേട്ടോ എന്നൊക്കെ പറഞ്ഞേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു പൊളിയൊക്കെ എടുത്തുകൊണ്ട് നല്ലോണം അതിൻ്റെ ഉള്ളിലുള്ള ചുളകളൊക്കെ എടുത്തിട്ട് നല്ലോണം സെറ്റാക്കി ഒരു ടിന്നിൽ എടുത്ത് വെക്കുകയാണ് കേട്ടോ. നമ്മൾ ഒരു ടിപ്പിയും പാത്രത്തിൻ്റെ മാതിരിയുള്ള ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ നമ്മളെല്ലാം അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ മുറിച്ച് കൈമൽ വെളിഞ്ഞൊന്നും ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളെല്ലാം ക്ലീനാക്കി ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് വെച്ച് അത് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് കുറച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ പിറ്റേന്നും നമുക്കിങ്ങനെ അങ്ങോട്ട് തിന്ന് കേട്ടോ. അപ്പോൾ ഒരു പണിയില്ലാതെ അങ്ങനെ നല്ല സുഖത്തിൽ ഫസ്റ്റത്തെ ദിവസം ഒരു കുറച്ച് പണി ഉണ്ടാകും ഇത് നന്നാക്കുമ്പോഴൊക്കെ, പിന്നെ നമുക്കിങ്ങനെ എടുത്തങ്ങനെ തിന്നാം. അപ്പോൾ എല്ലാവരും അങ്ങനെ അങ്ങോട്ട് ചെയ്താൽ കേട്ടോ. ഒരു ചക്കൊക്കെ കിട്ടിയാൽ പഴുത്ത ചക്ക ആണെങ്കിലും പഴുക്കാത്ത ചക്ക ആണെങ്കിലും ഒക്കെ ചുളക്കെ ഇരിഞ്ഞ് കണ്ട് ഫ്രിഡ്ജിൽ അങ്ങോട്ട് നല്ല പാത്രത്തിൽ അങ്ങോട്ട് അടച്ചങ്ങോട്ട് വെച്ചാൽ ഒരു കേടും പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മളെ കൈയൊക്കെ നല്ല ഫ്രഷായിട്ട് നമുക്ക് സാവധാനം തോന്നുമ്പോൾ അങ്ങോട്ട് എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ അത് മക്കളെ, നമ്മൾ ചക്കൊക്കെ നല്ല അടിപൊളിയായിട്ടൊരു പാത്രത്തിൽ നല്ല വൃത്തിയിൽ നമ്മളിത് നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പരിപാടി മാങ്ങാണ് കേട്ടോ. അപ്പോൾ അത് രാത്രിയാണ്, ഇന്ന് ചക്ക ഉണ്ടാക്കിയത് രാവിലെ കേട്ടോ. അപ്പോൾ നല്ലൊരു പാട്ടുണ്ടായിരുന്നല്ലോ പണ്ട്, ചക്ക മാങ്ങ കാലം അന്തി മോന്തി നേരം കുഞ്ഞോളിപ്പം പോണ്ട വലിയ കാക്ക തല്ലും. അപ്പോൾ ഈ പാട്ട് കണ്ടവരുണ്ടോ അറിയില്ല, കേട്ടവരുണ്ടോ എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ. അതിൻ്റെ ഫുള്ള് പാട്ടൊക്കെ കണ്ടിട്ട് നമുക്കാകെ 3-4 വരി അറിയുള്ളൂ. 3-4 വരി ആയിക്കണോ എന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പ്രായമുള്ള താത്തമാരൊക്കെ ഇങ്ങനെ പണ്ട് ചക്കയും മാങ്ങയൊക്കെ തിന്നുമ്പോൾ ഒരു പാടുന്ന പാട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ചക്കയും മാങ്ങയൊക്കെ ഒപ്പം എനിക്ക് കൈമ കിട്ടിയപ്പോൾ ഞാനൊന്ന് പാടിയതാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാട്ടേനി നമ്മൾ പാടിയപ്പം ഇങ്ങനെയൊക്കെ ആയി മാറിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ 2 മാങ്ങ കേട്ടോ, 3-4 മാങ്ങൊക്കെ ഉണ്ടായിട്ടോ. അതൊക്കെ നമ്മൾ കറി വെച്ചിട്ടും ഒക്കെ തീർന്നു പോയി. അപ്പോൾ വലിയ 2 മാങ്ങ ഞാൻ അവിടെ എടുത്ത് വെച്ചതാണ്. നമുക്ക് നല്ല അടിപൊളിയായിട്ട് സപ്പറടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നല്ലോണം ചെത്തി തൊലി കളഞ്ഞിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി പിന്നെ നമ്മൾ ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അരിയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. തിന്ന് ഞമ്മക്ക് വീണ്ടും വായിൽ വെള്ളം വരികയാണെങ്കിൽ പിന്നെ നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കില്ലേ? അത്രക്കൊന്നും ഉണ്ടാവില്ല അല്ലേ? ഇപ്പം എല്ലായിടത്തും മാങ്ങൊക്കെ ഉണ്ടാവും, എന്നാലും നമ്മൾ
ഇതുപോലെ കാക്ക മടിച്ചുകാണ്ട് കുത്തിരിക്കുന്നവരൊക്കെ ഉണ്ടാവും. ആരെങ്കിലും ഒന്ന് ആക്കി തന്നാലോ എന്നൊക്കെ വിചാരിച്ചുകാണ്ട് മടിച്ച് കുത്തിരിക്കണവരുണ്ടാവില്ലേ. അപ്പോൾ ഇതാ നമ്മൾ മാങ്ങൊക്കെ കണ്ട് നല്ലോണം ചെറുതാക്കി മുറിച്ച് അതിൻ്റെ മുകളിൽ നമ്മൾ വറ്റൽമുളക് പൊടിച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണയും ലേശം സുറുക്കിയും പിന്നെ ഒരു ഇച്ചിരി മുളകും പൊടി, ഒരു ലേശം മുളകും പൊടിയും ഉപ്പും വിതറി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ. പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു തട്ടും കൂടെ നമ്മളിതാ മാങ്ങിട്ട് കൊടുക്കുന്നുണ്ട്. അതേമാതിരി തന്നെ വറ്റൽമുളകിൻ്റെ പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും സുറുക്കിയും പിന്നെ കുറച്ച് മുളകും പൊടിയും ഒക്കെ ഇട്ടുകാണ്ട് നമ്മൾ നല്ലൊരു കുഴക്കലുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ നമ്മളെ ചക്കി മാങ്ങ കൊണ്ടുള്ളൊരു കളിയാണ് കേട്ടോ. അപ്പം നമ്മളെ മാങ്ങയൊക്കെ ഇതുപോലെ അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് കുഴച്ച് ഞാനിട്ട സാധനങ്ങളൊക്കെ ഇട്ട് അങ്ങോട്ട് ഉണ്ടാക്കിയാലുണ്ടല്ലോ മക്കളെ, ഒരു രസമുണ്ട്, ഒരു ഒന്നൊന്നര രസമാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇടയ്ക്കൊക്കെ എപ്പോഴും തിന്നാലൊക്കെ പള്ളക്ക് പണി കിട്ടും കേട്ടോ. അപ്പം നമുക്ക് പള്ളക്ക് പണി കിട്ടുമോ എന്നൊക്കെ നോക്കി ഇട്ടൊക്കെ നമ്മൾ ഈ വീഡിയോ ഞങ്ങൾ മുന്നിലേക്ക് വരുന്നത്. അന്നേരം തന്നെ ഇട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊതി വന്നാൽ ചിലപ്പോൾ നമുക്ക് പള്ളക്ക് പണി കിട്ടിയാലോ എന്ന് പേടിച്ചിട്ടോ. അപ്പം നമ്മളെ വീഡിയോ ഇത്രക്കുള്ളും. അപ്പം എല്ലാവരോടും അസ്സലാമു അലൈക്കും.